കാരണം രാജാവ് നഗ്നനാണെന്ന് പറയുന്ന തിരുത്തൽ ശക്തിയാണ് CPI. അങ്ങനെയൊന്നുമല്ല. CPI ആദ്യം അവരുടെ പാർട്ടിക്കുള്ളിൽ തിരുത്തൽ വരട്ടെ, അല്ലെങ്കിൽ അവരുടെ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ. എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ഇവിടെ കണ്ടല കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. കരുവന്നൂർ കാരണം തൃശ്ശൂർ തോൽക്കുമെന്ന് പറയുന്നവർ കണ്ടല കണ്ടില്ലെന്ന് നടിച്ചത് എന്തുകൊണ്ടാ? കുറച്ചു പേരെ എല്ലാ കാലത്തും പറ്റിക്കാം, എല്ലാരെയും കുറച്ചു കാലത്തേക്കും പറ്റിക്കാം, പക്ഷേ എല്ലാരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ല. ആ ചോദ്യം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ CPI-നെ കയറി അങ്ങ് അടിക്കുക, നിങ്ങളാണ് എല്ലാ പ്രശ്നവും ഉണ്ടാക്കുന്നത്. കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതെ, അല്ലെങ്കിൽ കരുവന്നൂരിലെ നിക്ഷേപകർക്ക് പണം കൊടുക്കാതെ നിങ്ങൾ എത്ര മണ്ഡല സദസ്സ് നടത്തിയിട്ടും കാര്യമില്ല. ഞാൻ പറഞ്ഞോട്ടെ, തൃശ്ശൂർ തോക്കും കരുവന്നൂർ, അപ്പൊ കണ്ടലോണ്ട് തിരുവനന്തപുരം തോക്കും. അത് രണ്ടും തോക്കും. അതെ, അപ്പൊ ടാലിയായി. അപ്പോൾ ഈ കരുവന്നൂരിനെ കുറിച്ച് പറഞ്ഞ തൃശ്ശൂരിലെ തോൽവിയുടെ, അതായത് തൃശ്ശൂരിലെ തോൽവി എന്നല്ല, തോൽക്കുമെന്ന് ഉറപ്പാണ്, ആ തോൽവിയുടെ ആഴം എത്ര കൂടുമെന്നുള്ള പേടിയാണ് CPI-ക്ക്. അതിനിപ്പോൾ CPI-ന്റെ പുറത്തേക്ക് ചാരി നിന്നങ്ങ് അടിക്കുകയാണ്. കണ്ടലയെ കുറിച്ച് എന്താണ് അവർ മിണ്ടാത്തത്? അതല്ല ഉദ്ദേശം. കരുവന്നൂർ കാരണം തോക്കുമെന്ന് കണ്ടലയെ കുറിച്ച് മിണ്ടുന്നില്ലല്ലോ. ഭാസുര അങ്ങനെ ഇങ്ങനെ കൈ അയച്ച് അല്ലെങ്കിൽ അഴിച്ചങ്ങ് വിട്ടേക്കുകയാണ്. എന്തൊക്കെ അവിടെ തട്ടിപ്പ് നടത്തി. വേറൊന്നില്ലേ പറയാൻ? ഒന്നുമില്ല. ഇതിനകം പുറത്തു വന്നത് ഈ 32 വായ്പകൾ, അതും വെറും 14-15 സെന്റ് വെച്ചുകൊണ്ടാണ് ഈ വായ്പകൾ, ഒന്നും തിരിച്ചടച്ചിട്ടില്ല. ഇതെല്ലാം ഒറ്റ വ്യക്തിയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രബലനെ ഇങ്ങനെ വളർത്തുന്ന CPI ആണ്. അതാ, അങ്ങനെ ഒരു പ്രബലനെ വളർത്തുന്ന, ഇങ്ങനെ നനച്ച് കൊടുത്തോണ്ടിരിക്കുന്ന ആളുകളാണ് CPI അങ്ങനെ ചെയ്തു, മന്ത്രിമാർ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് CPI നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ആദ്യം സ്വന്തം കണ്ണിലെ കോലെടുത്ത്, അതെ ഞാൻ പറയട്ടെ, പഴഞ്ചൊല്ലൊക്കെ എനിക്കും അറിയാം. കോലെടുത്ത് കളഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോയാൽ മതി. അല്ല, എനിക്ക് CPI-നെ ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇക്കാര്യത്തിൽ CPI അവനവന്റെ ഭാഗം ആദ്യം ക്ലിയർ ചെയ്യണമെന്നേ, എന്നിട്ട് വേണം CPI-നെ നേരെ ഈ കമ്പെടുത്തടിക്കാൻ. അല്ലല്ല, കരുവന്നൂരിനെ എല്ലാവരും വിമർശിക്കുന്നുണ്ടല്ലോ, അതൊരു സത്യമല്ലേ സാർ? അവിടെ ഇപ്പോൾ അരവിന്ദാക്ഷന്റെ അറസ്റ്റ് കാണുന്നു, അത് കഴിഞ്ഞ് അടുത്ത ദിവസം MK കണ്ണനെ ചോദ്യം ചെയ്യാൻ പോകുന്നു. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ, ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ. അങ്ങനെ അതൊരു തുടർ പ്രക്രിയ അവിടെ നടക്കുന്നുണ്ട്. അതൊരു ഫാക്റ്റാണ്. നമ്മൾ ഇന്നലെ ഒരുപാട് സമയമെടുത്ത് ചർച്ച ചെയ്ത് അടിവെച്ച് ബഹളം വെച്ച് പോയ ഒരു വിഷയമായതുകൊണ്ട് ഞാൻ വീണ്ടും അതിന്റെ ഒരു തുടർച്ചയിലേക്ക് പോകുന്നില്ല. ഈ വിഷയത്തിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ, ഇന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞല്ലോ, രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള വേട്ടയാടലാണ്, 16,255 സംഘങ്ങളിൽ 1.5% മാത്രമേ ക്രമക്കേടുള്ളൂ എന്നൊക്കെ പറഞ്ഞ മുഖ്യമന്ത്രി അക്കാര്യത്തിൽ വിശദീകരണം നൽകുകയും ചെയ്തു. അപ്പൊ കരുവന്നൂർ കറുത്ത വറ്റെന്ന് CPI മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കണ്ടലയോ? മുഖ്യമന്ത്രി മിണ്ടിയില്ലല്ലോ, കണ്ടലയെ കുറിച്ച് മിണ്ടിയില്ല മുഖ്യമന്ത്രി. വലിയ പുല്ലൊന്നും അല്ല, നമുക്കറിയാം അവന്റെയൊക്കെ കഥ. പറയാൻ വന്നേ, സ്വന്തം വകുപ്പിൽ ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതാദ്യം നിയന്ത്രിക്കട്ടെന്നേ. അല്ലാതെ സർക്കാരിനെ നിയന്ത്രിക്കുന്നത് ക്വാറി മാഫിയയാണ്, ഈ ഭൂമാഫിയയാണ് എന്ന് പറയുന്നത് ആ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന CPI ആണ്. അപ്പൊ ആ CPI അതിൽ അതാ പറഞ്ഞ സ്വയം തിരുത്താനായിട്ട് തയ്യാറാകണം. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല, എനിക്കൊരു വിഷമമില്ല. പൗരപ്രമുഖരെ കാണേണ്ട, മുന്നണിയെ ജയിപ്പിച്ചത് സാധാരണക്കാരാണ്. ഈ സാധാരണക്കാരിലേക്ക് CPI ഇറങ്ങുന്നുണ്ടോ? കൂട്ടത്തിലിരുന്ന് ഇങ്ങനെ മുകളിലേക്ക് തുപ്പുമ്പോൾ അത് എവിടെയൊക്കെ വീഴുമെന്നുള്ളത് അവർ കൂടി ഓർക്കണം. നീ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ചു തുടങ്ങും.